ഗുഡ് മോർണിംഗ്. സന്തോഷമായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ പ്രിയ ചർച്ചിനോട്, ദേവദാസനോട്, കുടുംബങ്ങളോട് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ എൻ്റെ ജീവിതത്തിലും കർത്താവ് കൃപ തരുന്നതിൽ കർത്താവ് ഞാൻ എല്ലാം നന്ദി അർപ്പിക്കുന്നു. ജസ്റ്റ് വാണ്ട് ടു സേ ഐ ആം ഹിയർ ജസ്റ്റ് ബിക്കോസ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. കർത്താവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. എന്നോട് ചേർന്ന് അതേ സാക്ഷ്യമുള്ളവരെല്ലാം കർത്താവിന് നന്ദി പറഞ്ഞു. ഇവിടുത്തെ കൃപ മാത്രം. Yes, that's our testimony. Lord, we just want to thank you for your grace and your mercy upon our lives. ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് പകർന്ന കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോ. I believe this weekend is a weekend of Thanksgiving. Last night we gathered in Nottingham. ഒരുമിച്ച് നമുക്ക് നന്ദി പറയാൻ പറ്റി. I am still in that ഒരു മോഡിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. Because Thanksgiving is, I believe we need to offer Thanksgiving until eternity. നിത്യതയോളം നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല എന്ന് അറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ പ്രദീപ് ആൻഡ് ഫാമിലി, ദേവദാസൻ, ഇവിടെ ആയിരിക്കുന്ന കുടുംബങ്ങളെല്ലാവരും ഗ്രീറ്റ് ചെയ്യുന്നു. വർഷിപ്പേഴ്സിനെ ഗ്രീറ്റ് ചെയ്യുന്നു. അവരുടെ സപ്പോർട്ട് എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഇന്നലെ പാടണമെന്ന് ആഗ്രഹിച്ചൊരു സോങ് ആണ് എൻ്റെ ലൈഫിൽ. ഇനിഷ്യൽ ടൈമിൽ സോങ് റൈറ്റിങ്ങിൻ്റെ സമയത്ത് ദൈവം താങ്ക്സ് ഗിവിങ്ങിന് വേണ്ടി എന്നെ പഠിപ്പിച്ച കൃപയാൽ തന്നൊരു പാട്ട്. Till that time I did Thanksgiving, പക്ഷേ most of the time I used to give thanks for the good things in my life. നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയാനായിട്ട് അല്ലേ? If I ask you to offer Thanksgiving or you say thank you Jesus, you will for sure recollect good things in your life. Lord, I thank you for that achievement, that growth, that blessing in my life. You will start counting all those things and for sure you will offer Thanksgiving. But in the middle of all those things, you will try to forget certain things. Even you will be saying, Lord, even though you bless me in those areas, there are certain areas still unanswered prayers. There are certain areas where I didn't expected that to happen in my life. ഒത്തിരി കർത്താവിന് നന്ദി പറയുമ്പോഴേ ഇടയ്ക്ക് നമ്മളിങ്ങനെ പറയും, കർത്താവ് എന്നാലും ഒന്ന് രണ്ടിടങ്ങളിൽ എനിക്ക് ഇതുവരെയും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടില്ല, പരിഭവമുള്ള ഏരിയ ഉണ്ട്. പക്ഷെ ആ സമയത്ത് കർത്താവ് എനിക്കൊരു കൃപ തന്നു. കർത്താവിനോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് നന്ദി പറ. എൻ്റെ ലൈഫിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ നടക്കുന്ന സമയമായിരുന്നു. ഞാൻ ഇങ്ങനെ പറയാൻ കർത്താവ് ഒരു കൃപ തന്നു. എല്ലാ തോൽവികൾക്കും നന്ദി, എല്ലാ കണ്ണുനീരിനും നന്ദി. അത് പാടുമ്പോഴൊന്നും അതിൻ്റെ യഥാർത്ഥ പിക്ചർ ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഡേ ബൈ ഡേ the Lord proved even those failures, those tears were building me, were guiding me closer to His presence. ആ കണ്ണുനീര് അവിടുത്തെ സാന്നിധ്യത്തോട് അടുക്കുവാൻ ഇടയാക്കി എന്ന് എന്നോട് ചേർന്ന് സാക്ഷ്യം പറയാനുള്ളവരെല്ലാം കർത്താവിനൊന്ന് നന്ദി പറഞ്ഞു. Yes. Jesus, I want to thank you for everything, not just for the blessings but for everything that happened in my life, for all the valleys, for all the brokenness, for all the bitterness. Come on, if possible, just try to recollect all those moments. I know you're trying to forget things, but that won't help you much. The moment you give thanks even for your failures, I believe there will be healing happen in your life. ചില സമയങ്ങളിൽ നമ്മുടെ മുറിവുകളെ നമ്മൾ മറക്കാൻ ശ്രമിക്കാം. പക്ഷെ ഞാൻ ഇന്ന് ദൈവസന്നിധിയോട് പറയാം, നീ മറക്കുന്നതിലല്ല, നിന്നെ ദൈവം സൗഖ്യമാക്കുന്നതിലാണ് അതിന്റെ അനുഗ്രഹം ഇരിക്കുന്നത്. The moment you bring it to the presence of the Lord is able to heal you. ഇപ്പോൾ ഈ ഹാളിലോ ഈ വീഡിയോയിലോ ഒക്കെ എന്നോട് കാണുന്നവർ ഒന്ന് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. Come on, എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞേ. Thank you Jesus. യേശുവേ, ഞാൻ ഒത്തിരി മറക്കാൻ ആഗ്രഹിച്ച ചില മൊമെന്റ്സ് ഉണ്ട്, അതും കൂടെ ഞാൻ അങ്ങയുടെ പാദത്തിൽ വെക്കും. ഞാൻ ഒത്തിരി ഇഗ്നോർ ചെയ്യാൻ ആഗ്രഹിച്ച ചില വ്യക്തികളുണ്ട്, ഞാൻ അവരെയും അങ്ങയുടെ സന്നിധിയിൽ വെക്കുന്നു. Is that possible? Children, is that possible? I mean, even talking to children also, there may be times of bullying, times of pain in your life. You're trying to forget those moments, but bring it to Jesus. The word of God says, cast all your burden at my feet. എൻ്റെ പാദത്തിൽ വെക്കുക. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവ
എന്നെ നിത്യതയോടടുപ്പിക്കും എല്ലാ അനുഭവങ്ങൾ നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ സാക്ഷിയുള്ളവരെല്ലാം കര ഉയർത്തില്ല. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ മുള്ളുകൾ പനിനീർ പോവോ ശോധന ചൂളയ പൊന്നു പോലെ താഴ്വര മുള്ളുകൾ പനിനീർ പോവോ ശോധന ചൂളയ പൊന്നു പോലെ ഉയർച്ചയിൽ മരണത്തിൽ ജീവനിൽ ഉയർച്ചയിൽ താഴ്ചയിൽ മരണത്തിൽ ഉയർച്ചയിൽ താഴ്ചയിൽ every season of my life ഉയർച്ചയിൽ താഴ്ചയിൽ മരണത്തിൽ ജീവനിലും നിൻ സാന്നിധ്യം മതി. സാന്നിധ്യം മതി. Yes Lord. നിൻ സാന്നിധ്യം മതി. അവിടുത്തെ സാന്നിധ്യം അറിയുന്നവരൊക്കെ അപ്പായോടും വേണ്ടിക്ക് പ്രതികരിച്ച് അപ്പായോടും വേണ്ടിക്ക് നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. കൊതിക്കുന്നവരെല്ലാം ചോദിച്ചേ നിൻ സാന്നിധ്യം മതി. അതിനെ തുറന്ന് രണ്ടു വാക്കുകൾ ചോദിക്കാൻ പറ്റുമോ? നാഥാ നിൻ സാന്നിധ്യം മതി. ചോദിച്ചേ ബ്രദർ. നിൻ സാന്നിധ്യം മതി. Yes Lord. നാഥാ നിൻ സാന്നിധ്യം. The Spirit of the Lord is speaking over your life. He's taking away that dryness in your life. എവിടോ വരണ്ടുപോയ നിന്നെ ഡ്രൈ ആക്കി കളഞ്ഞ നിന്നെ ഉണങ്ങി വരണ്ടുമാറാക്കിയ നിന്റെ പ്രാർത്ഥനയെ നിന്റെ ആരാധനയെ നിന്റെ സ്തുതിയെ നിന്നെ കേവലം ഒരു കാഴ്ചക്കാരനെ പോലെ നിന്റെ കൈകളെ കെട്ടിയിട്ട് നീ ഒത്തിരി കാണുന്നുണ്ട് ഒത്തിരി കേൾക്കുന്നുണ്ട് പക്ഷെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഡ്രൈനെസ്സിനെ കരങ്ങളൊക്കെ ഒന്ന് തട്ടി അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് receive a new strength. അവരോട് പറയുന്നു നിന്റെ നഷ്ടപ്പെട്ട ആരാധനയുടെ ശബ്ദത്തെ യേശു മടക്കി തരും. വിശ്വസിക്കുന്നവരെ സ്തുതിച്ച് അതിന്റെ നഷ്ടപ്പെട്ട പ്രാർത്ഥനയെ കർത്താവ് മടക്കി തരും. You thought you will never sense the presence of the Lord, but today the Lord is giving you back in double portion. ഇരട്ടിയായി നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയായി ദൈവമാണ് കിട്ടിയത്. Thank you, Father.
your presence is sufficient for me. Lord, your presence is sufficient for me. Lord, your presence is sufficient for me. Will you join me and sing? Lord, your presence is sufficient for me. That's right. Lord, your presence is sufficient for me. Lord, your presence. Jesus, I thank you. Jesus, I thank you for everything I've been through in my life. Jesus, I thank you. I thank you for everything I've been through in my life. Come on, lift it up. Jesus, well, I thank you, Lord, for everything I've been through in my life. Jesus, I thank you, Lord, for everything. We thank you for the failures, for all the failures. I thank you, Lord. It led me closer to you. Come on, sing. For all the failures, I thank you, Lord. It led me closer to you. For all the tears, I thank you, Lord. I thank you, Lord. Even though it's painful, it made me strong. It made me strong. For all the tears, I thank you, Lord. I thank you, Lord. Even though it's painful, it made me strong. It made me strong. You molded me, you guided me according to your plans. You molded me, you guided me according to your. Do you have this assurance today? You molded me, you guided me according to your plans. I learned to trust, I found the rest. I'll never be the same. I learned to trust, I found the rest. I'll never be the same. So no more fear, no more tears. All of my days I will be still. No more fear, no more tears, no more tears. For all of my days I will be still. And I know you are my God. And I know you are my God. Lord, your presence is sufficient for me. ഈ ഹോളിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൗഖ്യങ്ങൾക്കായി കർത്താവിന് നന്ദി പറഞ്ഞേ. കർത്താവിന്റെ ഒരു സ്പർശനം ഒരു മെസ്സേജിനേക്കാൾ വലുതാണ്. One touch from the Lord is more than a sermon. നീ 1 മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉച്ച മുതലുള്ള കാൽ വരെ സെൻസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. Yes, Father. That's why we are here. We need to see your face. We need to hear your voice. പ്രാർത്ഥിക്കുന്ന യേശു അങ്ങയുടെ ഒരു സ്പർശനം എനിക്ക് വേണമെന്ന് കൊതിക്കുന്നവരെല്ലാം കമോൺ അതിനെ തുറന്ന് worshipers, come on, open your mouth. ചൂടുള്ള സ്പർശം
ചൂടുള്ള സ്പർശനം, മരണത്തിന്റെ തണുപ്പിനെ മാറ്റുന്ന, നിരാശയുടെ തണുപ്പിനെ മാറ്റുന്ന ചൂടുള്ളൊരു സ്പർശനം. I sense that today. The warmth of your embrace, Lord, that's where I find all my fears are casted away. No more fear, no more tears. കണ്ണുനീരൊക്കെ തുടച്ചുകൊണ്ട് കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. നീ ഗ്ലൂമി ആയിരിക്കുന്നത് യേശുവിന് ഇഷ്ടമല്ല. നീ നിരാശപ്പെട്ടിരിക്കുന്നത് യേശുവിന് ഇഷ്ടമല്ല. നിന്നെ നെറ്റി ചുളിഞ്ഞിരിക്കുന്നത് യേശുവിന് ഇഷ്ടമല്ല. യേശുവിനാമത്തിൽ I break every spirit of depression in this place. എന്നെ ഒറ്റപ്പെടുത്തി ഒരു റൂമിനകത്ത് അടയ്ക്കാൻ നോക്കിയ പിശാചിന്റെ എല്ലാ കെണികളും യേശുവിനാമത്തിൽ broken. Yes. കുഞ്ഞുങ്ങളെ കർത്താവ് ഫ്രീ ആക്കും. Children, you will be receiving something new from the Lord today. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Jesus. Lord wants to strengthen you today. We want to increase your confidence today. Be happy about that. ചിലരുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യുന്നു. അവിടുത്തെ പ്രസൻസിലുള്ള കോൺഫിഡൻസ് ആണ് ഏറ്റവും വലുത്. ഓ, നിന്റെ ധൈര്യം നിന്റെ മാനുഷിക ശേഷിയിലല്ല, നിന്റെ കഴിവിലല്ല, നിന്റെ ബുദ്ധിയിലല്ല, നിന്റെ സ്കില്ലിലല്ല, നിന്റെ പഠിത്തത്തിലല്ല. നിന്റെ സാഹചര്യങ്ങളൊക്കെ നിന്റെ കോൺഫിഡൻസിനെ, നിന്റെ ധൈര്യത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ ധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നു. കാരണം എന്റെ ദൈവത്തിന്റെ ആത്മാവിന് ഒരു പേരുണ്ട്, അവിടുന്ന് ധൈര്യത്തിന്റെ ആത്മാവാണ്. Holy Spirit is also known as the spirit of boldness, spirit of courage. Hebrews chapter 10 verse 35 and 36. എബ്രായ ലേഖനം 10:35-36 വാക്യങ്ങൾ. Hebrews chapter 10 verse 35. Therefore do not throw away your confidence, which has a great reward. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. Yes. Cast not away therefore your boldness. എന്തോ കർത്താവിനെ അറിഞ്ഞപ്പോ കിട്ടിയേ, എന്തോ കർത്താവിനെ ആരാധിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നു. ഞാൻ പറയാം, ക്രിസ്തുവിൽ വന്നവന്, ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാവുന്നു എന്ന് പറയുമ്പോൾ മഹാപ്രതിഫലമുള്ളൊരു ധൈര്യത്തെ അവിടെ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. Children, are you familiar with the verse? I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അതെവിടുന്ന് കിട്ടിയതാ? മഹാപ്രതിഫലമുള്ളൊരു ധൈര്യം. എന്തോ 4 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന, ഈ മൈക്കും പിടിച്ച് നിൽക്കുന്ന ഞാനൊരു മിറക്കിളാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഞാൻ ഇങ്ങനെ നിന്നേനെ, കണ്ണടച്ച് തലകൊലിച്ച് ആളുകളെ ഫേസ് ചെയ്യാൻ മടിച്ച് അറച്ച് നിന്നേനെ. പക്ഷെ എൻ്റെ കർത്താവിൽ എൻ്റെ ലൈഫിൽ വന്ന ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഗ്രേറ്റ് ഗ്രേറ്റ് ബോൾഡ്നെസ്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം. അവരോടൊക്കെ പറയുന്നത് നിങ്ങൾ തല ഉയർത്തണം കേട്ടോ. എവിടൊക്കെയോ തല കുനിഞ്ഞു പോയ ഇടങ്ങളിൽ കർത്താവ് നിങ്ങളുടെ തല ഉയർത്തും. നിന്റെ തല ഉയർത്തുന്നത് നിന്റെ വിസ സ്റ്റാറ്റസ് അല്ല. നിന്റെ തല ഉയർത്തുന്നത് നിന്റെ സിറ്റുവേഷൻ ബെറ്റർ ആവുമ്പോഴല്ല. നീ ഒന്നും കാണാതിരിക്കുമ്പോഴും കർത്താവിൽ നിന്റെ തല ഉയർത്തുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിൽ നിനക്കൊരു ധൈര്യം ഉണ്ടെങ്കിൽ, കമോൺ, ഇന്ന കരങ്ങളൊക്കെ ഒന്ന് ചേർത്ത് തട്ടി ആരാധിക്കുമ്പോൾ ലജ്ജിച്ചു പോകുമെന്നും തളർന്നു പോകുമെന്നും നിന്ദിക്കപ്പെടുമെന്നും ഒക്കെയുള്ള നിന്റെ മീതെയുള്ള വിധി എഴുത്തുകളെ പരിശുദ്ധാത്മാവിൽ ഒന്ന് ജയിച്ച് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കരം തട്ടി കർത്താവിന് മഹത്വം കൊടുക്കും. Come on, come on, the mighty name of Jesus. നിനക്കെന്താ ഇത്ര ഭയം? എവിടുന്നാ ഈ പേടി നിന്റെ തലയ്ക്കകത്ത് കയറി? എവിടുന്ന ഇത്രയും കൊണ്ട് ഭയം
കയറുന്നേ. കർത്താവിനൊന്ന് ധൈര്യപ്പെട്ട യേശുവിന്റെ അധികാരമുള്ള നാമം. I come against every fear, that grip, trying to bind you. Be broken in the mighty name of Jesus. ഭവനങ്ങളിൽ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നവർ ധൈര്യപ്പെട്ടെ. മഹാപ്രതിഫലമുള്ളൊരു ധൈര്യം തന്നിരിക്കും. അടുത്ത വാക്യം, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. For you have need of endurance, patience, that having done the will of God, ye may receive the promise. ഒന്നൊരിക്കൽ പറയാം, പ്രോമിസ്, വാഗ്ദത്തം. ഒന്നുറക്കെ പറഞ്ഞു, വാഗ്ദത്തം. നമ്മുടെ ദൈവം വാഗ്ദത്തം തരുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. You find a God of promise in this. Many people do have promise cards, അല്ലേ? നമ്മൾ പണ്ട് ഇങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെ ഒന്നും ഒപ്പോസ് ചെയ്യുന്ന ആളല്ല. ഇറ്റ്സ് ഗുഡ്. ഞാൻ പറയാം, ഈ ബൈബിൾ മൊത്തത്തിലൊരു പ്രോമിസ് ആണ്. നീ ഒരു കാർഡ് എടുത്ത് പിടിക്കണ്ട, ഇത് മുഴുവൻ ഫ്രം ജെനസിസ് ടു റെവലേഷൻ ഇറ്റ്സ് പ്രോമിസ് ഓവർ യുവർ ലൈഫ്. വിശ്വസിക്കുന്നവരൊന്ന് ആമേൻ പറഞ്ഞു. യെസ് യെസ് യെസ്. You will find the promise of salvation, which is already fulfilled on the cross. You will find the promise of Holy Spirit, which is already released on the day of Pentecost. You will find many other promises, and a greater promise is coming. That's the promise of His coming. Are you here with me, children? നിങ്ങൾ കാണും വാഗ്ദത്തങ്ങളുടെ ദൈവം. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തം എനിക്ക് വേണം, അത് രക്ഷയുടെ വാഗ്ദത്തമാണ്. അത് പ്രാപിച്ചവരെല്ലാം കർത്താവിന് നന്ദി പറഞ്ഞേ. സ്തോത്രം സ്തോത്രം. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം. Yes, whenever Jesus introduced Holy Spirit, He said, Father will send you the promise of Holy Spirit. But when Holy Spirit was poured upon the disciples, the apostles said, it's not just a promise now, it's a gift of Holy Spirit. പറയുമ്പോൾ അത് വാഗ്ദത്തമായിരുന്നു, കൊടുത്തപ്പോൾ അത് ദാനമായി, ഗിഫ്റ്റായി. വാഗ്ദത്തം നൽകപ്പെടുമ്പോൾ അത് ദാനമാണ്. രക്ഷയുടെ വാഗ്ദത്തം നമുക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അതിനെ വിളിക്കുന്നത് രക്ഷയെന്ന ദാനം. സ്തോത്രം. നമ്മളിപ്പോൾ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പ്രാപിച്ചവർ ആരാധിക്കുമ്പോൾ പറയും, യേശുവേ പരിശുദ്ധാത്മാവെന്ന ദാനം എനിക്ക് തന്നതിനായി നന്ദി. ഇനി ഒരു വലിയ വാഗ്ദത്തം വരുന്നു, അത് അവിടുത്തെ വരവിന്റെ വാഗ്ദത്തമാണ്. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? ആമേൻ ആമേൻ. ഒരു ദിവസം വരുന്നുണ്ട്, നമ്മൾ നിന്ന് നിത്യതയിൽ നിന്ന് പാടും, കർത്താവേ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്, ഞാൻ UK-യിലോ ഞാൻ ഒരു പെർമനന്റ് റെസിഡന്റ് ആയതോ ഞാനൊരു സിറ്റിസൺ ആയതോ എൻ്റെ ലൈഫിന്റെ ഏതെങ്കിലുമൊക്കെ കരിയർ ഗ്രോത്തോ ഒന്നുമല്ല. എൻ്റെ ലൈഫിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഞാൻ നിത്യതയിൽ എത്തി എന്നുള്ളതാണ്. അവിടെ എത്തി ആ പാട്ട് പാടുവാൻ കൊതിക്കുന്നവരെല്ലാം കരങ്ങളെന്ന് തട്ടി കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത്. എല്ലാ ടെമ്പററി, എല്ലാ കാർണൽ, എല്ലാ മൈൽസ്റ്റോൺസും മാറിപ്പോകട്ടെ. May the Lord set you free on that goal of eternity. Yes. നോക്കിക്കേ, ബാക്കിയുള്ളതെല്ലാം നമുക്ക് സന്തോഷം തരും, പ്രൈഡും തരും. പക്ഷെ ഇതുപോലൊരു പ്രോമിസ് വേറെ ഇല്ല. നമ്മൾ പറയത്തില്ലേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. Romans chapter 8, അല്ലേ? So familiar. I want to read it for my children over here. Romans chapter 8 verse 28. And we know that God causes all things to work together for good to those who love God, to those who are called according to His purpose. You know the phrase ശ്രദ്ധിച്ചോ? We know that to them that love God all things work together. It sounds a little tricky. Work together. Some of you are doing experiments in your chemistry lab. You take one in one apparatus and one in another apparatus. But when it works together, it brings forth a result, right? Am I right? അത്രയൊന്നും ആയില്ല. കിച്ചണിൽ നിൽക്കുന്നവരാണ് കൂടുതൽ. ഒരു പാത്രത്തിൽ മമ്മി സോൾട്ട് എടുത്തു, ഒരു പാത്രത്തിൽ മമ്മി ഫ്ലോർ എടുത്തു. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ടേസ്റ്റ് ചെയ്താൽ ബാഡ് ആയിരിക്കും.
പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ബേക്ക് ചെയ്ത് നല്ല മണം വരുമ്പോൾ അമ്മയോട് ചോദിക്കണം, ഇതെല്ലാം കൂടെ വർക്ക് ടുഗദർ ചെയ്യുമ്പോൾ സംതിങ് ഗുഡ് ഈസ് ഹാപ്പനിങ്. ആരോടോ പറയുന്നു, കർത്താവിന്റെ കിച്ചണിൽ നിനക്ക് വേണ്ട ഒരു ഡെലീഷ്യസ് ഡിഷ് ഓൾറെഡി കർത്താവ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞേ. വലിയ തിയോളജി ഒന്നും വേണ്ടല്ലോ. എന്തൊക്കെയോ ഇടങ്ങളിൽ നീ കാണുന്ന കുഞ്ഞു കുഞ്ഞു സൈനുകളിൽ നീ പറയണം, എവിടൊക്കെയോ കർത്താവ് അതിനെ വർക്ക് ടുഗദർ ചെയ്യുന്നു. ഞാനതിന്റെ ഏതോ ഒരറ്റത്ത് നിന്ന് അയ്യോ ഇത് കയ്പാണല്ലോ, ഇത് ഉപ്പാണല്ലോ, ഇത് മറ്റേതാണല്ലോ എന്നൊക്കെ അഭിപ്രായം പറയുന്ന നിർത്തി ഒന്ന് കരങ്ങളൊക്കെ ഒന്ന് ചേർത്ത് തട്ടി ഈ വചനം ഒന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ്, എന്റെ യേശു എന്റെ ജീവിതത്തിൽ അവിടുത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, ദുഷ്ടപിശാചേ നീ പറയുന്നത് പോലെ തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായി, നന്മയ്ക്കായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി അഭിപ്രായങ്ങൾ കേൾക്കും. ഈ പല പല കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ഇൻഫർമേഷൻസ് കിട്ടും. ഗൂഗിൾ തൊട്ട് വാട്സാപ്പ് തൊട്ട് അടുത്തിരിക്കുന്നവർ വരെ plenty of advices കിട്ടും. പക്ഷെ ഇവർക്ക് ആർക്കും തരാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ വർക്ക് ടുഗദർ. ഇതെന്തായി തീരുമെന്നാണ് ഉയരത്തിലുള്ള കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. ആരോ ഏതൊക്കെയോ ഒരു പേപ്പർ പൊക്കി പിടിച്ച് ഇതൊരു ബാഡ് റിപ്പോർട്ടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറഞ്ഞേ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കർത്താവ് തീരുമാനിക്കും ഇത് ബാഡ് ആണോ ഗുഡ് ആണോന്നോ. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള വിശ്വാസം. കമോൺ കൂടുതൽ സമയം ആരാധനയ്ക്ക് ചെലവഴിച്ച് കേട്ട് കേട്ട് ചെവി ഇങ്ങനെ വലുതാവുന്നതല്ലാതെ നിന്റെ കരങ്ങളിലൂടെ, നിന്റെ ഹൃദയത്തിലൂടെ, നിന്റെ അധരത്തിലൂടെ വിശ്വാസത്തിന്റെ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞു. ഒത്തിരി നുണകൾ കേട്ട നിന്റെ ചെവിക്കകത്തേക്ക് പരിശുദ്ധാത്മാവ് പറയേ, ഇല്ല മോളെ എനിക്ക് തെറ്റു പറ്റിയിട്ടില്ല. യേശുവിൻ നാമത്തിൽ. Yes, I believe that, Pastor. That happened in my life too. It happened in my life too. And God has blessed me with a couple of songs in such occasions. One among them was, I was traveling on one day, and in fact it was a journey for a meeting. I need to reach another country, and on the way to airport I found that something unexpected is happening. The airport was closed, and I thought the journey is cancelled. I thought those who invited me, those who published about the meeting, they are going to be in a bad situation. But in the midst of trouble, the Spirit of the Lord started kind of pacifying me, assuring me. I sensed the presence of the Lord, and the same moment I sensed a surpassing peace, the peace that surpasses my understanding, my predictions, and even surpasses all those information. The presence gives such an assurance, that happened on that day. Then I realized it's not a journey for a meeting, or it's a journey to accomplish something, but it's a journey with Jesus. മാതാപിതാക്കളോട് പറയും, ഒരു ദിവസം ഞാനൊരു യാത്ര പോവുകയാണ്. നിങ്ങളോട് കൃത്യമായിട്ട് പറയും, 2018 ഓഗസ്റ്റ് ചിലർക്ക് ഓർമ്മ കാണും. കേരളത്തിലെ ഏറ്റവും വലിയൊരു ഫ്ലഡ് നടക്കുന്നൊരു സമയം ചിലർക്ക് ഓർമ്മയുണ്ട്. അന്ന് യാത്ര ചെയ്തവരൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എയർപോർട്ടൊക്കെ ഓപ്പൺ ആണ് ഫസ്റ്റ്. നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുന്ന ഒരു ഫ്യൂ മിനിറ്റ്സിന് മുമ്പ് എന്തൊക്കെയോ സംഭവിക്കുന്നു. ഞാൻ എയർപോർട്ടിൽ കാർ പാർക്ക് ചെയ്ത് ഫ്യൂ ഡേയ്സ് ട്രാവൽ ചെയ്താൽ മതി എന്നുണ്ടായിട്ട് എയർപോർട്ടിൽ തന്നെ പാർക്ക് ചെയ്യാറുണ്ട്. ഞാൻ പാർക്ക് ചെയ്ത് സെക്യൂരിറ്റിയുടെ അടുത്ത് എത്തുമ്പോൾ TV സ്ക്രീനിൽ നെടുമ്പാശ്ശേരിയുടെ റൺവേയുടെ തന്നെ ഇമേജ് വരികയാണ്. ഞാൻ എയർപോർട്ടിൽ നിന്നുകൊണ്ട് എയർപോർട്ടിൻ്റെ റൺവേയുടെ പിക്ചർ കാണുന്നു. അവിടെ ഇങ്ങനെ വാർത്ത, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ റൺവേയിൽ വെള്ളം കയറുന്നു. ഞാൻ നോക്കുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. പല പ്രാവശ്യം എയർപോർട്ടിലൊക്കെ പോയി നിന്നെങ്കിൽ ഇതൊരു സ്ട്രെയിൻ സിറ്റുവേഷൻ. ഉടനെ തന്നെ സെക്യൂരിറ്റി വന്ന് അവിടെ ചെക്ക് ഇൻ ചെയ്യാൻ നിൽക്കുന്നവരോട് പറയുന്നു, നിന്ന് നിങ്ങളുടെ യാത്ര നടക്കത്തില്ല. സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞു, ആരെങ്കിലും ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് എടുത്തോണം, കാരണം അടുത്ത കാർ പാർക്കിലോട്ടാണ് വെള്ളം കയറുന്നത്. ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ കാർ എവിടെയാണല്ലോ. ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, ഓടി വന്ന് കാർ പാർക്കിൽ നിന്ന് കാർ എടുത്ത് ഉടനെ ഒരു ഇൻഫർമേഷൻ, ആലുവ സൈഡ് ഓൾറെഡി ഫ്ലഡായി, സൗത്തിലോട്ട് പോകണ്ട, നോർത്ത് സൈഡിലോട്ട് എവിടെയെങ്കിലും പൊക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് എന്നെ പരിപാടി, ഞാൻ പ്രാർത്ഥിച്ചിറങ്ങിയത് മിനിസ്ട്രിക്ക് പോകാനല്ലേ,
ഇത് കർത്താവ് കൊണ്ടുപോകുന്ന യാത്രയല്ലേ. പക്ഷെ നോക്കിക്കേ, കർത്താവ് കൊണ്ടുപോകുന്ന യാത്രയിലും യൂ ടേൺ അടിക്കേണ്ടി വരും. സ്തോത്രം, സ്തോത്രം. വഴിത്തിരിവുകൾ ഉണ്ടായെന്ന് വരും. പക്ഷേ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണെങ്കിൽ കർത്താവിൻ്റെ കൈകളിൽ നീ ഭദ്രമായിരിക്കും. നിന്റെ യാത്ര ഭദ്രമായിരിക്കും. ഞാനൊരു ചെറിയ യാത്രയെക്കുറിച്ചല്ല പറയുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് യുവർ ലൈഫ് ജേർണി ടുഡേ. ആൻഡ് ഓൺ ദാറ്റ് ഡേ ഐ വാസ് ആക്ച്വലി ഡ്രൈവിംഗ് ടു നോർത്ത്, to Thrissur side. Pastor knows. I don't need to go there, okay? I was actually driving, but on the time the song was coming, Yeshuvin Kodulla Yatra Anandam. It's like നമ്മളെ കൊണ്ട് കർത്താവിന് ഒരു പരിപാടിയുണ്ട്. നമ്മുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യാത്തൊരു പാട്ട് ദൈവം ചിലപ്പോൾ തരും. സിറ്റുവേഷൻ നോക്കുമ്പോൾ നമ്മളൊരു ശോകഗാനം എഴുതേണ്ട സ്ഥലത്ത് കർത്താവ് ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്ക് തരും. സിറ്റുവേഷൻ വെച്ച് പാട്ട് പാടുന്നവരോട് പറയുക, ആ പാട്ട് നിർത്തിക്കോ കേട്ടോ. കാരണം സിറ്റുവേഷനേക്കാളും വലിയൊരു ദൈവമാണ് നിന്റെ ദൈവം. നീ വർഷിപ്പ് ചെയ്യേണ്ടത് നിന്റെ സിറ്റുവേഷനെ അല്ല, നീ വർഷിപ്പ് ചെയ്യേണ്ടത് നിന്റെ ദൈവത്തെയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരോടോ പറയുന്നു, നിന്റെ നാവിലെ സ്തുതി ഒന്ന് മാറ്റിയാൽ തന്നെ പകുതി വിടുതൽ നടക്കും. നിന്റെ വായിലെ വാക്കുകളൊന്ന് ചേഞ്ച് ആകുമ്പോൾ തന്നെ ദൈവപ്രവൃത്തി ആരംഭിച്ചു തുടങ്ങും. കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം. എനിക്ക് മനസ്സിലായി, ഞാൻ എയിംലെസ്സായിട്ടൊക്കെ പോകുന്നെന്ന് തോന്നുന്നെങ്കിലും യൂഷ്വലി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഗൂഗിളൊക്കെ സെറ്റ് ചെയ്ത് ഓക്കെ ഇത്ര മിനിറ്റിൽ ഇത്ര സെക്കൻഡിൽ അവിടെ എത്തും എന്നൊക്കെ. ദിസ് ടൈം ഐ വാസ് ലൈക്ക് ദിസ് സംതിങ് ന്യൂ. വേർ ആം ഐ ഗോയിങ്? അറ്റ് ദ സെയിം ടൈം ബെഹ്റിലായിരുന്നു പാസ്റ്റർ മീറ്റ്. അവിടെ നിന്ന് കോൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, റിയലി സോറി, ഐ തിങ്ക് ഇന്ന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അവരെന്നോട് പറഞ്ഞു, പാസ്റ്റർ വെയിറ്റ്, ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എൻ്റെ യാത്രയ്ക്ക് ഒരു പ്രയാസവും പറ്റിയില്ല. അവർ നെടുമ്പാശ്ശേരിക്ക് പകരം ഞാൻ ട്രാവൽ ചെയ്ത് പൊക്കോണ്ടിരുന്ന നോർത്ത്, അതായത് കാലിക്കറ്റിൽ നിന്ന് അവരെനിക്ക് ടിക്കറ്റ് മാറ്റിയെടുത്തു. ഞാൻ മാനുഷികമായി ചിന്തിച്ച സ്ട്രഗിളുകളൊന്നും ഉണ്ടാവാതെ വളരെ സേഫായിട്ട് യാത്ര ചെയ്ത് പീസ്ഫുള്ളായിട്ട് ഫസ്റ്റ് ലേണിംഗ് ലെസൺ ഇൻ മൈ ലൈഫ്. ഞാൻ ഈ സോങ് ദൈവം തന്നു, എന്നെ സ്പിരിച്വലി മെന്റർ ചെയ്യുന്ന പ്രായമുള്ള ദേവദാസിനോട് ഞാൻ ഈ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ സോങ്. പക്ഷേ ഈ സോങ് പബ്ലിഷ് ചെയ്യാൻ ദൈവം അതുവരെ അനുവദിച്ചില്ല. ഐ വെയിറ്റഡ് ഫോർ അനദർ 3 years, 18, 19, 20, 21. അപ്പോഴാണ് എല്ലാവരുടെയും റൂട്ടിലിരിക്കുന്ന കോഡ് വരുന്നത്. എല്ലാവരുടെയും ലൈഫിന്റെ ജേർണിയെ തിരിച്ചൊരു കോഡ് വന്നപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ യാത്രയിൽ ഒരു ചെറിയ ചേഞ്ച് ഞാൻ തന്നൊരു സോങ് ഇല്ലേ, അത് പബ്ലിഷ് ചെയ്യാനുള്ള സമയമായി. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമാണ്. അമ്മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ല. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തി. The Spirit of the Lord is convincing me that every moment, every step that you make, it's in His hands. And you're not alone because He is holding your hand. ചിലപ്പോൾ ഇരുളൊക്കെ ഏറുമ്പോൾ എന്തായി തീരുമെന്ന് അറിയത്തില്ല. പക്ഷെ ഒന്ന് ഞാൻ അറിയുന്നു, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. Sometimes you may not have a clear picture of your tomorrow, but you know the one who holds your tomorrow. ഒന്ന് കർത്താവിൽ നിന്ന് ധൈര്യപ്പെടാം. അന്ത്യം വരെ ആ ചുടുമതി യേശുവിന്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിന്റെ കൂടെ മതി. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. അമ്മാറോടു ചേർന്നിരുന്ന ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. അമ്മാറോടു ചേർന്നിരുന്ന ഭയമില്ലേ. അൻപേറുന്ന കൈകളും അത്ഭുതമായി നടത്തിയും മാധുര്യമേറും മൊഴികളും തൻ സ്നേഹമെന്നോട് പങ്കുവെക്കും. ഒറ്റയ്ക്കു വിടുകയിൽ മടുത്തു മാറുകയും, ഒറ്റയ്ക്കു വിടുകയിൽ മടുത്തു മാറുകയും, അന്ത്യം വരെ ആ ചുടുമതി
യേശുവിൻ്റെ കൂടെ മതി അന്ത്യം വരെ ചൂടുമതി. യേശുവിൻ്റെ കൂടെ മതി. ഇരുളേറും രാത്രി വഴിയേതെന്നറിയില്ല, തിരമുയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഇരുളേറും രാത്രി വഴിയേതെന്നറിയില്ല, തിരമുയരും. ഞാൻ ആരെങ്കിലും ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ടോ? ചേർന്ന് പറഞ്ഞു. ഇരുളേറും രാത്രി വഴിയേതെന്നറിയില്ല, തിരമുയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാൻ അറിയും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവൽ. ഒന്നു ഞാൻ അറിയും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവൽ. പെരുവെള്ളം തോറ്റുപോകും, യേശുവിൻ കൈകൾ താങ്ങി നടത്തും. പെരുവെള്ളവും തോറ്റുപോകും, യേശുവിൻ കൈകൾ താങ്ങി നടത്തും. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദം. മാറോടു ചേർന്നിരുന്ന ഭയമില്ല. ചർച്ച പറഞ്ഞു. യേശുവിൻ കൂടുള്ള യാത്ര മാറോടു ചേർന്നിരുന്ന ഭയമില്ല. അൻപേറുന്ന കൈകൾ അത്ഭുതമായി നടത്തിയും മാധുര്യമേറും മൊഴികളാൽ സ്നേഹമെന്നോടും അൻപേറുന്ന കൈകൾ അത്ഭുതമായി നടത്തി മാധുര്യമേറും മൊഴികളാൽ സ്നേഹമെന്നോടും പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. മടുത്തു മാറുകയില്ല, ഒറ്റയ്ക്കു വിടുക. He will never forsake you. He will never get bored of you. ഈ മടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പി മൊമെന്റ്സിൽ ആർക്കും ബോറടിക്കത്തില്ല. നിങ്ങളൊന്ന് ഇരുന്ന് നിങ്ങളുടെ സങ്കടം ഒരു 2 മിനിറ്റ് പറഞ്ഞു നോക്കി, ബോറടിക്കും. എത്ര തിക്ക് ഫ്രണ്ട് ആയാലും മടുക്കും, ബോറടിക്കും. Jesus said, I will never leave you and I will never forsake you. And he was not mentioning about your happy moments. He said, I am with you always. Always. Even to the end of the ages. മാതാപിതാക്കളോട് പറയുന്നു, നരയ്ക്കുവോളം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാതെ എന്നെ സ്നേഹിക്കുന്ന യേശുവിനെ കര ഉയർത്തി ഒന്ന് നന്ദി പറഞ്ഞേ. Oh, thank you Jesus, thank you Jesus. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല. When you were a small baby, your dad and mom used to carry you. When you turn teen to adolescence, they stopped carrying you, but I believe your friends started carrying you. Wow. Some of you are having more time with your friends. It's good. But believe me, they are going to stop one moment. അവര് നിങ്ങളെ താഴെ വെക്കും. അപ്പയും അമ്മയും താഴെ വെക്കും, ഫ്രണ്ട്സ് താഴെ വെക്കും. പക്ഷേ he said, I will carry you. I will carry you. യേശുപ്പച്ചന്റെ കയ്യിലുള്ള യാത്ര ഓർത്ത് മക്കളെല്ലാം കർത്താവിന് നന്ദി പറഞ്ഞു. Wow, I sense the presence of Father, Heavenly Father in this house. ഈ മുറിക്കകത്ത് ഒരു അപ്പൻ ഇറങ്ങി നിൽക്കുന്നത് അറിയുന്നവർ കർത്താവിന് കരമുയർത്തി നന്ദി പറഞ്ഞു.
Yes, yes, I believe this word is speaking to his beloved children. Yes, അപ്പനുള്ള മുറിക്കകത്ത് മക്കൾക്ക് ധൈര്യമുണ്ട്. അപ്പനുള്ള ശുശ്രൂഷയിൽ മക്കൾക്ക് ധൈര്യമുണ്ട്. ആരോട് വീണ്ടും പറയുന്നു, മഹാപ്രതിഫലമുള്ള നിന്റെ ധൈര്യം തള്ളിക്കളയല്ലേ. യെസ്, നിന്റെ കോൺഫിഡൻസ്, നിന്റെ ലൈഫിലെ കോൺഫിഡൻസ് ഡ്രെയിൻ ചെയ്ത ഒത്തിരി പേരെ നീ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിന്റെ കോൺഫിഡൻസിനെ എപ്പോഴും ബൂസ്റ്റ് ചെയ്യുന്ന ഒരാളെ ഉള്ളൂ. ഹി ഈസ് യുവർ ഹെവൻലി ഫാദർ. നിന്റെ ധൈര്യം എപ്പോഴും ബിൽഡപ്പ് ചെയ്യുന്ന, നിന്റെ മഹാപ്രതിഫലമുള്ള ധൈര്യം തന്ന നല്ല അപ്പായിക്ക് ആ കരങ്ങളൊക്കെ ഒന്ന് തട്ടി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. യെസ്, യെസ്, യെസ്. എത്ര ഇരുട്ടിലും അപ്പനുണ്ടെങ്കിൽ മക്കൾക്കൊരു ധൈര്യമല്ലേ. Yes, children, you have a feeling of security. You have a feeling of confidence when your parents are around. I must say you 10 times, 100 times, 1,000,000 times better. You will have this blessed confidence when you have the presence of Heavenly Father in your life. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ നന്ദി പറഞ്ഞേ. Hallelujah. Thank you, Father. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയും. എന്റെ റീസൺ അടുത്ത വേർഡിൽ കണ്ടത്, കാരണം ഈ ധൈര്യം തന്നത് നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. God given confidence will help you to begin something. You have this dream in your heart, maybe about your career, maybe about your future, maybe about your ministry. That's, you will get a kickstart when you attend a camp, when you attend a Sunday service. Oh, Uncle, right, I feel like I must do this. അല്ലേ, ഒരു കിക്ക് സ്റ്റാർട്ട് എന്ന് പറയും അല്ലേ. ഓടാതെ കിടന്ന വണ്ടിയൊക്കെ എന്നെയും ഒന്ന് തള്ളി വിടുന്നു. പക്ഷെ കർത്താവ് പറയുന്നത് നിന്നെ തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തന്നതല്ല ഈ ധൈര്യം. നിന്റെ ലൈഫിൽ എന്തൊക്കെയോ ഫുൾഫിൽ ആകാനുണ്ട്. അത് അടുത്ത വാക്യം നോക്കിക്കാണ്, ഹീബ്രൂസ് ചാപ്റ്റർ 10:36. ദൈവം ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. For you need of endurance, patience. That is so that when you have done the will of God, you may receive what was promised. എന്താ ബ്രദർ എൻ്റെ ലൈഫിൽ വാഗ്ദത്തം നടക്കാത്തത്? എൻ്റെ തലയിൽ കൈവച്ച പാസ്റ്ററിന്റെ കുഴപ്പമാണോ? ആ പറഞ്ഞ പ്രൊഫസിയുടെ കുഴപ്പമാണോ? ഞാൻ പറയാം, ആ പ്രോമിസിന്റെയും ആ പ്രൊഫസിയുടെയും കൂടെ നീ സഹിഷ്ണുത ആഡ് ചെയ്യണം. ഹല്ലേലൂയ. നീ പ്രാർത്ഥന ആഡ് ചെയ്യണം. സ്തോത്രം. ആർക്കും തെറ്റുപറ്റിയിട്ടില്ല കേട്ടോ. പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റത്തില്ല. ഓ, ദൈവത്തിന്റെ ആത്മാവിനെ വിധിക്കല്ലേ. ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് പറയേ, കർത്താവേ എനിക്ക് ആവശ്യമായ ഒരു പേഷ്യൻസ്, ഒരു എൻഡ്യൂറൻസ്. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ മെഡിസിനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ, ചിലപ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ അവരെ പറഞ്ഞു വിടുന്നത് ഓക്കെ ഡോക്ടറെ കാണാമെന്നായിരിക്കും. പക്ഷെ ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴേ മോള് വിളിച്ചു പറയും, അമ്മ എന്നെ അങ്ങനെയൊന്നും വിളിക്കല്ലോ പ്ലീസ്, എൻ്റെ പാട് എനിക്കറിയാം. അല്ലേ അല്ലേ ബ്രദർ? നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ കുറച്ചുകൂടി പറയും പ്ലീസ്. തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആകുമ്പോൾ നമ്മളൊരു ഡോക്ടറാണോ എന്ന് തന്നെ മറന്നു. ഹൗസ് റെസിഡൻസി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒട്ടുമേ ഇല്ല. കാരണം ആദ്യമുള്ള എക്സൈറ്റ്മെന്റിനെ എല്ലാം പൊളിച്ച് കളയുന്നതാണ് ട്രെയിനിങ് നടക്കുന്നത്. അറിവിന് ഞാൻ എൻ്റെ ഒരു കരിയറിൻ്റെ ഒരു കാര്യം പറഞ്ഞോളൂ. പക്ഷെ എല്ലായിടത്തും അത് തന്നെ. UK വണ്ടി കയറുമ്പോൾ പ്രാർത്ഥിച്ച് വിടുന്നവരൊക്കെ ഒത്തിരി ബ്ലെസ്സിങ്സ്. പക്ഷെ ഇവിടെ വന്ന് ഒന്നേന്ന് തുടങ്ങുമ്പോൾ എൻ്റെ പൊന്നേ സ്തോത്രം അല്ലേ. അപ്പൊ പ്രാർത്ഥിച്ച് വിട്ടവരുടെയും പ്രോമിസ് തന്ന ദൈവത്തിന്റെ ഒന്നുമല്ല, അതിന്റെ കൂടെ കർത്താവ് തരുന്നൊരു ട്രെയിനിങ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. ആരോ പറയുന്നു, ബ്രദർ എന്നെ ഇവിടേക്ക് വിട്ടത് ഇവിടുത്തെ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയൊന്നും അല്ല, ദൈവം വ്യക്തമായ കോളിംഗ് തന്നാ വിട്ടത്. യെസ്, അങ്ങനെയുള്ളവരോട് സ്പെസിഫിക് ആയിട്ട് പറയുന്നു, ഇഫ് യു വാണ്ട് ടു ഫുൾഫിൽ ദ വിൽ ഓഫ് ഗോഡ്, the Lord is going to bless you not just with a promise but also with endurance. ഇന്ന് പകലിൽ അങ്ങനെ ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. യെസ് യെസ്, എന്തോ പെട്ടെന്ന് ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ ഫാമിലി ലൈഫിനെ കുറിച്ച് കർത്താവ് കാണിക്കുന്നു. സ്തോത്രം. യെസ്, വെഡിങ് ഡേ, സ്വീറ്റ് ഡേ അല്ലേ. ഒത്തിരി പേര് വരുന്നു, ഫീസ്റ്റും ബ്ലെസ്സിങ്സും പിക്ചേഴ്സും ഡെക്കറേഷൻസും. പക്ഷെ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന നെക്സ്റ്റ് ഡേ തൊട്ട് അറിയാം, ആ റെഡ് കാർപ്പറ്റ് ഇട്ട് ആരും കൂടില്ല. ഇറ്റ്സ് എ ജേർണി. പക്ഷെ പറയാം, വാഗ്ദത്തം തന്ന ദൈവം യെസ് നിന്റെ ഫാമിലി ലൈഫിനകത്ത് പിടിച്ചു നിൽക്കാനുള്ള എൻഡ്യൂറൻസ് തരുന്നു, പേഷ്യൻസ് തരുന്നു.
യെസ്, മുറിഞ്ഞു പോകുമെന്നും രണ്ടായി പോകുമെന്നും ഒക്കെ ഭയപ്പെടാന്ന് പരിശുദ്ധാത്മാവിൽ ധൈര്യപ്പെട്ട് ഇരട്ടിയായി മധുരം തരുന്ന ഒരു ദൈവകൃപ ഇന്ന് പകലിൽ അനുഭവിക്കുന്നവരെല്ലാം കരങ്ങളൊന്ന് തട്ടി കർത്താവിന് നന്ദി പറഞ്ഞ് rebuke every spirit of bitterness, കയ്പ് കൊണ്ടിടുന്ന, മന്ദത കൊണ്ടിടുന്ന, നിരാശ കൊണ്ടിടുന്ന എല്ലാ ദുരാത്മാവിന്റെ പ്രവൃത്തികളെയും മഹാപ്രതിഫലമുള്ള ധൈര്യം പ്രാപിച്ചവരെല്ലാം കരം തട്ടി കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തേ. കുഞ്ഞേ, നിന്റെ തല താണുപോകാൻ എന്റെ ദൈവം അനുവദിക്കുന്നില്ല. Yes, yes. I sense a great confidence in this air. എവിടെയോ തല താണുപോയ ചിലരെ പിതാവ് അരികിൽ വന്ന് എഴുന്നേൽപ്പിക്കുന്നത് പോലെ. അടച്ചിട്ട മുറിയുടെ മൂലയിൽ ഇരുട്ടത്ത് പോയിരിക്കുന്ന കുഞ്ഞിനെ ഒരമ്മ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചിലരെ ലിഫ്റ്റ് ചെയ്യുന്നു. Mighty name of Jesus. ദൈവം ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അല്പം വചനത്തിലേക്ക് കൂടെ വരാം. ഇത് എഴുതുന്നത് എബ്രായർക്കാണ്. ഹീബ്രൂസ് ബിലീവേഴ്സ്, they were going through a great crisis. ഒരു പക്ഷേ ന്യൂ ടെസ്റ്റ്മെന്റ് ബിലീവേഴ്സ് ഇതുപോലെ ഒപ്പോസിഷൻസ് ഇനിഷ്യൽ ടൈമിൽ ഫേസ് ചെയ്തവർ വളരെ കുറവാണ്. അവർക്ക് കിട്ടിയ പ്രോമിസ് വലുതാണ്, അവരെടുത്ത ഡിസിഷൻ വലുതാണ്. ഓൺ ദ ജേർണി മോസ്റ്റ് ഓഫ് ദം really struggling. They wanted to go back. അവർക്ക് വേണ്ടിയാ പരിശുദ്ധാത്മാവ് എഴുതിയത്. Your promise, your will of God is already set before you. Hold on to it with the greater patience and endurance. Yes. നിങ്ങൾക്ക് അല്പം കൂടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ മഹാപ്രതിഫലമുള്ളതാണ് നിങ്ങൾക്ക് തന്ന ധൈര്യം. നിങ്ങൾ ആ ലേഖനത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇവരുടെ യാത്രയെ പരിശുദ്ധാത്മാവ് ഇസ്രായേലിന്റെ യാത്രയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. Yesterday pastor was mentioning about the word Gilgal. Children, do you know the meaning of Gilgal? Oh, you must know because you are seeing all the banner named Gilgal. The word Gilgal named the reproach is rolled away, right pastor? Yeah. നിന്നെ ദൈവം ഉരുട്ടിക്കണം. So if you look back to the life of Israelites, for sure they will mention two memorial days. One is the day of Passover. അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ദിവസം, including a Red Sea ഒക്കെ ക്രോസ് ചെയ്തത്, historic day for the nation of Israel. അവർ ഫ്രീ ആയി, no more slaves, no more Pharaoh, ഭയങ്കരമായിട്ട് ഫ്രീ ആയി. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി. റെഡ് സീ ക്രോസ് ചെയ്തെങ്കിൽ അവർക്ക് പ്രോമിസ് കിട്ടിയില്ല. They found themselves in wilderness. You know what happened next? They took another 40 years. And it happened only the next generation could see the fulfillment of God's promise. അവർക്ക് ദൈവം സ്വാതന്ത്ര്യം കൊടുത്തു, ചെങ്കടൽ കടന്നു, അവർ സെലിബ്രേറ്റ് ചെയ്തു. പക്ഷെ വാഗ്ദത്തത്തിലെത്തിയില്ല. പറഞ്ഞ സ്വാതന്ത്ര്യമല്ല വാഗ്ദത്തം, സ്വാതന്ത്ര്യത്തിനപ്പുറം ഒന്ന് ഫുൾഫിൽ ആകാനുള്ളതാണ് പ്രോമിസ്. കൂടുണ്ടോ? 40 years കഴിഞ്ഞു, അടുത്തൊരു ലീഡർ വരികയാണ്, ജോഷുവ. ഒരു ചെങ്കടൽ കടന്നതുപോലെ വലിയൊരു കൂട്ടം യോർദാൻ കടക്കുകയാണ്. After 40 years, another leader came. You know his name? Joshua, man after Moses. He led the great multitude to the promised land. And they crossed another river named Jordan. After crossing the Jordan, they declared the word Gilgal. Yes, yes. We were walking with all those reproach, all those struggle, but today the Lord established us, given us this land. Can you see the difference? ഒരിടത്തൊരു ഫ്രീഡം കിട്ടി, പക്ഷേ again it took another 40 years. Hebrews ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ഇത് കാണും, എസ്പെഷ്യലി ചാപ്റ്റർ 4 ഒക്കെ വായിക്കുമ്പോൾ റെസ്റ്റിന് വേണ്ടി ദൈവം വിളിച്ചിറക്കിയ ഒരു കൂട്ടമാണ്. പക്ഷെ അവരിൽ പലരും റെസ്റ്റിൽ പ്രവേശിച്ചില്ല. എന്താ കാരണം? വിശ്വസിച്ചില്ല. ഈ ഫെയ്ത്തിനകത്താണ് ഈ എൻഡ്യൂറൻസ് വരുന്നത്. പിടിച്ചു നിൽക്കുന്ന ചിലരോട് പറയുന്നു,
നിന്റെ ലൈഫിലെ ഏറ്റവും വലിയ ട്രഷർ നിന്റെ ഫെയ്ത്ത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശ്വാസം ഒരു വലിയ ധനമാണ്. അത് സ്വർഗം നിന്റെ മേൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിനാൽ കർത്താവിന് നന്ദി പറഞ്ഞേ. അതുകൊണ്ട് തന്നെ അടുത്ത ലേഖനം 11 തുടങ്ങുമ്പോൾ Holy Spirit started speaking about faith. Faith. You can please God only by faith. Children, are you there with me? Out there you will find many friends. Some of them are very friendly. Some of them really want to oppose you about your faith. There will be questions about your faith. But here, in the presence of the Lord, you must have this assurance. You are loved by a heavenly Father. സ്വർഗം നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന വലിയ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു വലിയ ഉറപ്പുണ്ടാകണം. There are many people who are doubting whether Jesus really he came, he died, is he really a son of God? Is he really resurrected? But I must say, even if you don't know much about the theology, have this assurance that Jesus loved you eternally. He gave the price on the cross. He is alive and he is coming again for the church, for his children. കർത്താവിൽ യേശുവിലുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് വലുതായിരിക്കണം. Church, Sunday school, I want to assure you, you must train our children to face all those questions, but also nourish them in the presence of the Lord. എത്ര മിടുക്കരായാലും അവർ ഡിബേറ്റിലൊന്നും ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുവേണ്ടിയൊന്നുമല്ല നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നത്. ഒരു ഡിബേറ്റിന് ജയിച്ചില്ലെങ്കിലും അവരുടെ ഫെയ്ത്തിനെ ഒരു ഡിബേറ്റിന് തൊടാനിടവരാതെ അവർ കർത്താവിൽ ഭദ്രമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. Yes, because the word of God says he chose the foolish things of the world to shame the wise. You're not going to excel because you're wise. You may look foolish. That is pleasing unto the Lord, to choose the weak things of the world, to choose more than the strong men and women out there. ബലമുള്ളതിനെയോ ജ്ഞാനികളെയോ നോക്കാതെ ബലഹീനമായ കണ്ടാൽ ഭോഷന്മാരെന്ന് തോന്നുന്ന നമ്മളെ തെരഞ്ഞെടുത്തതിനായി കർത്താവിന് നന്ദി പറഞ്ഞു. So the Lord started speaking through the epistle, saying about faith. Yes, right from Abel, right from Abraham, right from Noah. So the list continued, saying they achieved the promise by faith. വാഗ്ദത്തം ലഭിക്കപ്പെട്ടത് അബ്രഹാം മാത്രമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് കിട്ടിക്കണം. പൂർത്തീകരിച്ച എബ്രഹാമിനെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു കർത്താവ് എത്രയോ പേരോട് സംസാരിച്ച് കാണും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പിടിച്ചു നിന്നൊരു നോഹയ്ക്കായി ദൈവത്തിന് നന്ദി പറയാം. നോഹ തന്നെ എത്ര ആയിരങ്ങളോട് പ്രീച്ച് ചെയ്തല്ലേ ബ്രദർ, അല്ലേ? ബട്ട് പ്രോമിസ് അറിഞ്ഞതോ വചനം അറിഞ്ഞതോ അല്ല, പിടിച്ചു നിന്നതാണ് വചനത്തിൽ എഴുതപ്പെടാൻ കാരണമായതെങ്കിൽ പിടിച്ചു നിൽക്കുന്നവരെ എഴുതി വെക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആർക്കും വായിച്ചു കളയാൻ പറ്റാത്തൊരിടത്ത് നിന്നെ നിന്റെ തലമുറയും എഴുതി ഭദ്രമാക്കി വെച്ചിരിക്കാൻ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. മഹാപ്രതിഫലമുള്ള ഒരു ധൈര്യം. So they do have these 2 days, a day of Passover, a day of freedom, but again this Gilgal, the day of they enter the promised land. When we come to New Testament, again you will find many memorial blessed days, but 2 among them. One is the crucifixion and the resurrection of Jesus Christ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാസോവറോ ഗിൽഗാലോ ഒന്നും അല്ല. നമ്മുടെ വിഷയം കാൽവറി ക്രൂശാണ്. നമ്മളെ വീണ്ടെടുത്ത് യേശു കർത്താവ് ഇവിടുന്ന് മരിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒരു ദിനത്തിനായി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. യെസ്, അവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തു ഇനി നമ്മൾ സ്ലേവ് അല്ല. യെസ്, just like people started from Egypt, when we came to Christ we said we are no longer a slave for the sin. We are no longer a slave, but we are free in Jesus Christ. ആ ഡേക്കായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞേ. അങ്ങനെ ഒരു ഡേ ലൈഫിലുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾക്ക് ആ ഡേ ഉണ്ടാവണം. സ്തോത്രം, 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 സ്തോത്രം. യെസ്, ഇസ്രായേലിന് ഒരു പാസ് ഓവർ ഉണ്ടായതുപോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഉയർക്കപ്പെട്ടു എന്നുള്ള ഫെയ്ത്തിലാണ് നിങ്ങൾ ഫ്രീ ആകുന്നത്. യെസ്, ഒരു പാരമ്പര്യത്തിനോ ഒന്നിനെ നിങ്ങൾക്ക് തരാൻ പറ്റാത്തൊരു ഫ്രീഡം ക്രൈസ്റ്റിൽ ഉള്ളതിനാൽ കർത്താവിന് എല്ലാവരും ഒന്ന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. But don't stop over there. See, Israelites wanted to stop over there, but it took another milestone to reach the promised land. പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തെ പോലെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഡേ കർത്താവ് കുറിച്ചു വെച്ചു.
അത് സ്വർഗത്തിൽ നിന്ന് തന്റെ ആത്മാവിനെ പകർന്ന പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകിയ ദിവസം. കൂടുണ്ടോ? സ്തോത്രം, 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 സ്തോത്രം. See the disciples, they were with Christ, but most of them they were the same even after the crucifixion and the resurrection of Christ. Many of them were the same. Some of them wanted to run away to Emmaus. Some of them wanted to run away to Tiberias. They were not bold enough to stand. But one day came after 40 days, a day of Pentecost, when they saw an entry to the promised land, to the promised will of God. 40 ദിവസങ്ങൾ മരണപുനരുത്ഥാനങ്ങൾക്ക് ശേഷം കർത്താവ് വീണ്ടും സ്പെൻഡ് ചെയ്യുകയാണ്. അതിപ്രധാനമായ മറ്റൊരു മൈൽ സ്റ്റോൺ. എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്കിത് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? 40 വർഷം ഒരു ജനം കാത്തിരുന്നു, 40 ദിവസം ഒരു ഡിസൈപ്പിൾസ് കാത്തിരിക്കുകയാണ്. ഒരു മോസസിനെ ദൈവം കൊടുത്തു, ഒരു ജോഷുവയെ ദൈവം കൊടുത്തു. യേശു കർത്താവാകട്ടെ ഹോളി സ്പിരിറ്റിനെ, പരിശുദ്ധാത്മാവെന്ന ദാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറഞ്ഞു, ഇതാ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ പിതാവ് നിങ്ങൾക്ക് തരും. കൂടുണ്ടോ? കൂടുണ്ടോ? മറ്റൊരു കാര്യസ്ഥൻ. Jesus introduced Holy Spirit as a very special person. Wow. That's how Trinity works, you know. Jesus always wanted to exalt Father. You will never find Jesus talking about himself. That's why people asking questions out there saying, Jesus never said to worship him. Why you are worshiping Jesus? That's his nature. He always wanted to give glory unto the Father. ഈ തൃത്വത്തിനകത്ത് അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. പുത്രൻ ആരെ മഹത്വപ്പെടുത്തും? പിതാവിനെ മഹത്വം. പിതാവ് അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. പുത്രൻ പറയും, എന്നെക്കാളും നല്ലൊരു കാര്യസ്ഥൻ വരുന്നു. അങ്ങനെ പറയുന്നത്. സ്തോത്രം, സ്തോത്രം. അവൻ വരുന്നത് നിങ്ങൾക്ക് പ്രയോജനം. അപ്പൊ പറയും, ഞാനുള്ളതിനേക്കാളും ബെറ്റർ ആള് വരിക. സ്തോത്രം. അങ്ങനെ ഒരു ഹാർട്ട് നമുക്കുണ്ടെങ്കിലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എത്ര നല്ലതായിരിക്കും. എന്നെക്കാളും നല്ലൊരു വർഷിപ്പർ, എന്നെക്കാളും നല്ലൊരു പ്രീച്ചർ. We must imitate this. And Holy Spirit വരുമ്പോൾ എന്നെയും ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയത്തില്ല. ഹോളി സ്പിരിറ്റ് പറയും, സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. When disciples received the Holy Spirit, they said, Jesus, he is the name above all names. In his name there is salvation. Who speaks? Holy Spirit speaks. Jesus never said, my name is above all names. No. When Holy Spirit came through apostles, Holy Spirit started speaking. Give worship unto him. അവിടുന്ന് തത്വത്തിന്റെ മുദ്രയാണ്. അവിടുന്ന് ഭൂരാജാക്കന്മാർ അധിപനാണ്. ഇതെല്ലാം ആര് വിളിച്ചു പറഞ്ഞതാണ്? പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞതാണ്. Hallelujah. So 40 days they waited for a power from on high. ഒത്തിരി പേര് ക്രൂശ് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു, നിന്റെ ലൈഫിൽ ആത്മനിറവിന്റെ ഒരു അനുഭവം ഇല്ലെങ്കിൽ നീ പ്രാപിച്ച പ്രോമിസിനെ നിനക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ പോയെന്ന് വരെ. നിന്റെ സ്വയശക്തി കൊണ്ടോ നീ ബുദ്ധി കൊണ്ട് പ്രാപിച്ച ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടോ എത്തപ്പെടത്തില്ല. മറിച്ച് നിന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പറാണ് പരിശുദ്ധാത്മാവ്. ഓ ജീസസ്. അങ്ങനെ യേശു കർത്താവ് പരിചയപ്പെടുത്തിയത് പരിശുദ്ധാത്മാവെന്ന പാരക്ലീറ്റോസ്, ഹെൽപ്പർ. John chapter 14 verse 16 പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞതാണ്. പരിശുദ്ധാത്മാവെന്ന മറ്റൊരു സഹായകനെ പിതാവ് നിങ്ങൾക്ക് തരും. സഹായകനെ ആർക്കാ വേണ്ടത്? സഹായം എനിക്ക് വേണമെന്ന് പറയുന്നത്. Yes, I will ask the Father and he will give you another helper that he may be with you forever. Another comforter that he may be with you forever. ചർച്ചന്റെ കൂടെ നിൽക്കണേ. പരിശുദ്ധാത്മാവ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ശ്രമിക്കുന്നത്. സ്തോത്രം. ഈ ചർച്ചിനെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു തുടക്കം തുടങ്ങി അവിടെ കൊണ്ട് നിർത്തണമെന്നല്ല. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു നിയോഗത്തെ നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നു ചർച്ചിന് ഇനി വലിയൊരു ജേർണി ഉണ്ട്? ചർച്ചിന് ഇനി മുമ്പോട്ടൊരു യാത്രയുണ്ട്. ഓഫ് കോഴ്സ് കർത്താവ് നിനക്കൊരു ഫ്രീഡം തന്നു, നിന്നെ ഉരുട്ടിക്കളഞ്ഞു. പക്ഷെ നോക്കിക്കേ, ജനം ഗിൽഗാലിൽ പാർക്കേണ്ടവരല്ല, അവർ അടുത്ത ജെറിക്കോ പിടിക്കേണ്ടവരാണ്, അവർ അടുത്ത ദേശം സ്വന്തമാക്കേണ്ടവരാണ്. ഓ, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം.
Thank you, Jesus. Thank you, Jesus. ഇന്ന് പകലിൽ ചർച്ചിന്റെ മേൽ വലിയൊരു കൊതി, വലിയൊരു ഡിസയർ ടു ഗ്രോ ഫർദർ. പരിശുദ്ധാത്മാവ് ഒന്ന് പകരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യെസ് ഒന്ന് മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കണേ. ഇത് ഒത്തിരി പേര് മിസ് ചെയ്യുന്നൊരു മൊമെന്റ് ആണ്. Hallelujah. You see, Jesus, he said, it is finished. Everything was accomplished on the cross. But the very same Jesus spent another 40 days to convince disciples, no. Another blessed day is coming. You must wait in the city that the Holy Spirit will be poured upon you. ആ രണ്ട് മൈൽ സ്റ്റോണിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ചിലരെ ഇന്ന് പരിശുദ്ധാത്മാവിന് തൊടാനുണ്ട്. സ്തോത്രം. ഒരു ശക്തിയേറിയ ആത്മസാന്നിധ്യം ഇല്ലാതെ അല്പം മുമ്പ് പറഞ്ഞതൊന്നും നിന്റെ ലൈഫിൽ ക്രിയ ചെയ്യത്തില്ല. നീ ഈ ശുശ്രൂഷ കഴിഞ്ഞ് വീണ്ടും നീ ഗ്ലൂമി ആവാൻ സാധ്യതയുണ്ട്. നിനക്ക് വേണ്ടി ഇനി ധൈര്യം പകരാൻ അടുത്തൊരു മിനിസ്ട്രിക്ക് വേണ്ടി നീ വെയിറ്റ് ചെയ്യരുത്. ഈ ഹോള് വിട്ട് മടങ്ങുന്നതിന് മുമ്പ് കേൾപ്പിച്ച ദൈവശബ്ദങ്ങളെല്ലാം നിന്നിൽ ക്രിയ ചെയ്യുവാൻ, നിന്നിൽ ആക്ടിവേറ്റ് ചെയ്യുവാൻ നിന്റെ കൂടിയിരിക്കുന്ന ഒരു കാര്യസ്ഥൻ. ഹല്ലേലൂയ. എന്നേക്കും നിങ്ങളോട് കൂടിയിരിക്കുന്ന ഒരു കാര്യസ്ഥൻ. ഹല്ലേലൂയ. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുന്നതിലാണ് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ പൂർത്തീകരണം ഇരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുന്നതിലാണ് വിളിച്ചു വേർതിരിക്കപ്പെട്ട സഭയുടെ പൂർത്തീകരണം ഇരിക്കുന്നത്. അതെ, നമുക്ക് തിരിഞ്ഞു നോക്കി പറയാൻ പറ്റും, ദൈവം നടത്തി, ദൈവം കൊണ്ടുവന്നു. പക്ഷെ സ്വർഗവാ വാക്കുകളുടെ മറുപുറത്ത് നമ്മളോട് പറയുന്നു, മോളെ എനിക്ക് നിന്നെ കുറിച്ച് വലിയൊരു പദ്ധതി ചെയ്തെടുക്കുവാനുണ്ട്. യെസ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ എങ്ങനെ നമ്മളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് ക്രിസ്തുയേശുവിൽ ആമേൻ എന്നും തന്നെ. യെസ്. 2 Corinthians chapter 1 verse 20. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവൻ എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാർ അവനിൽ ആമേൻ എന്നും തന്നെ. Children, are you with me? I really love this verse. Will you help me in reading this? Okay. Will you join me? 2 Corinthians chapter 1 verse 20. Let's look into the screen and read it from there. Okay, you must start and read it with me. For how many so will be the promises of God? In him is the I really love that. Yes. Wherefore also through him is the Amen. ഒന്ന് ഉറക്കെ പറഞ്ഞേ, Amen. എന്തിനാ Amen? Unto the glory of God through us. Hallelujah. Oh Jesus. നിന്നിലുള്ള പ്രോമിസിനെ ഫുൾഫിൽ ചെയ്യുന്നത് കൊണ്ട് സ്വർഗത്തിനൊരു പ്രയോജനമുണ്ട്. എന്താണെന്നറിയാമോ? ദേവദാസിയിൽ ഒരു ദൈവ മഹത്വം വെളിപ്പെട്ടാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും യേശുവിനായിരിക്കും. കൂടില്ല. പുറത്തൊരാൾക്കൊരു നന്മ കിട്ടിയാൽ എന്താവെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതിനകത്തൊരാൾ ദൈവകൃപയിൽ അഭിവൃദ്ധിപ്പെട്ടാൽ, പ്രോമിസ് ഫുൾഫിൽ ചെയ്താൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് കർത്താവിനായിരിക്കും. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. പ്രാർത്ഥിക്കുന്ന, കരയുന്ന, മുഴങ്കാലിൽ നിന്ന് കർത്താവിനെ വിളിക്കുന്ന ദൈവമൈതലേ, നിന്റെ ജീവിതത്തിന്റെ അഭിവൃദ്ധിയും നിന്റെ ജീവിതത്തിന്റെ ദൈവപ്രവൃത്തിയും കർത്താവിന്റെ പദ്ധതിയിലുള്ളതാണ്. നിന്നെ നിത്യതയിൽ എത്തിക്കുന്നത് എന്റെ കർത്താവിന്റെ പദ്ധതിയിലുള്ളതാണ്. കാരണം അതിന്റെ മുഴുവൻ മഹത്വവും അതിന്റെ എല്ലാ മുഴുവൻ ക്രെഡിറ്റും കർത്താവിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്യം എന്നോട് ചേർന്ന് ഉറക്കെ പറയണേ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് തന്നെ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവേശുവിൽ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവേശുവിൽ ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവേശുവിൽ, തൻ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവേശുവിൽ. ഒരു മിനിറ്റ്. കഴിഞ്ഞ വർഷം ഇതേ സമയം കർത്താവ് ഈ വചനം എന്നോട് സംസാരിച്ചു പാസ്റ്റർ. അത് ഞാൻ പെട്ടെന്ന് ചെക്ക് ചെയ്തു. കഴിഞ്ഞ സെപ്റ്റംബറിൽ കർത്താവ് തന്നൊരു സോങ് റിലീസ് ചെയ്തു, വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തൻ. നമ്മൾ ഒത്തിരി പാടിയിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു കർത്താവ് ഈ വരികളൊക്കെ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കർത്താവ് ഇല്ല, നിന്റെ ലൈഫിൽ പ്രോമിസ് ഡിഫറെൻ്റ് ആണ്.
ആരോടൊക്കെ പറയുന്നു, നിങ്ങൾക്ക് മാത്രമുള്ളൊരു പാട്ട് ദൈവം തരും കേട്ടോ. അത് പബ്ലിഷ് ചെയ്യുന്നില്ലെന്നുള്ളതല്ല, നിങ്ങൾ കടന്നുപോയ ചില ജീവിത അനുഭവങ്ങളിൽ നിങ്ങൾക്ക് മാത്രം എഴുതാനും നിങ്ങൾക്ക് മാത്രം കർത്താവിനോട് പറയാനും ഒരു വാക്കുണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യല്ല. സ്തോത്രം, സ്തോത്രം. പറയുന്നത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഒത്തിരി മിടുക്കന്മാരും പാട്ടും പരിപാടി അല്ല. അപ്പന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഓരോ കുഞ്ഞിന്റെ വാക്കുകൾ അപ്പൻ ഇഷ്ടമാണ്. ഒന്ന് വിശ്വസിച്ചേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞോന്നറിയില്ല, ദൈവം മിടുക്കന്മാരുടെ പാട്ടിനല്ല, മക്കളുടെ പാട്ട് കേൾക്കാനാണ് ഇന്ന് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി കർത്താവിന് നന്ദി പറഞ്ഞു. വാഗ്ദത്തം വിശ്വസ്തൻ ഒന്ന് പ്രൊജക്ട് ചെയ്യുന്നു. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്ത നല്ല കാര്യസ്ഥൻ, പ്രാർത്ഥന കേൾക്കും ദൈവം സ്വർഗസ്ഥൻ, എന്നും എന്നേക്കും അങ്ങ് പരിശുദ്ധൻ. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്ത നല്ല കാര്യസ്ഥൻ, പ്രാർത്ഥന കേൾക്കും ദൈവം സ്വർഗസ്ഥൻ, എന്നും എന്നേക്കും അങ്ങ് പരിശുദ്ധൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവേശുവിൽ. ആമേൻ, ആമേൻ, ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവേശുവിൽ. ആമേൻ, ആമേൻ, ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവേശുവിൽ. ആമേൻ, ആമേൻ, ആമേൻ. സാധ്യതകളല്ല എനിക്കാധാരം, സർവശക്തനാണ് എൻ്റെ അടിസ്ഥാനം. സാധ്യതകളല്ല എനിക്കാധാരം, സർവശക്തനാണ് എൻ്റെ അടിസ്ഥാനം. മനുഷ്യനല്ല, മാനുഷികമല്ല, ദൈവത്താലത്രേ, ദൈവ ഇഷ്ടത്താലത്രേ. മനുഷ്യനല്ല, മാനുഷികമല്ല, ദൈവത്താലത്രേ, ദൈവ ഇഷ്ടത്താലത്രേ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവേശുവിൽ. ആമേൻ, ആമേൻ, ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവേശുവിൽ. തൻ വാഗ്ദത്തങ്ങളെല്ലാം എല്ലാ മന്ദതകളും മാറ്റിക്കേ. കണ്ണുകളൊക്കെ അടച്ച് കാര്യങ്ങളെ തട്ടി കർത്താവിനൊന്ന് പകരാം. അന്യഭാഷയൊന്ന് പാടിക്കേ. ചർച്ചിന്റെ അടുത്ത സീസൺ ഓപ്പൺ ചെയ്യുന്നത് പരിശുദ്ധാത്മാവായി. കുടുംബങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് മൈൽസ്റ്റോൺ will begin with the outpouring of Holy Spirit. ആള് മാറിയതുപോലെ ചിലരെ പരിശുദ്ധാത്മാവിനെ എടുത്ത് ഉപയോഗിക്കുവാനുണ്ട്. പുതുഭാഷകൾ കൊടുക്കണം. ഉറങ്ങിക്കിടക്കുന്ന, മയങ്ങിക്കിടക്കുന്ന ഇടങ്ങളിൽ നിന്ന് തട്ടി എഴുന്നേൽപ്പിച്ചാട്ട് പരിശുദ്ധാത്മാവേ. യെസ്, യെസ്. Hallelujah. 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 അമ്മാവിന്റെ ഒരുക്കം പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ. Thank you, Jesus. പരിശുദ്ധാത്മാവ് ചിലരോട് ബുദ്ധി ഉപദേശിക്കുന്നു. നിന്റെ ലൈഫിലെ സ്പിരിച്വൽ തീഷ്ണത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കണം. ചർച്ച്, ഞാൻ ഗിൽഗാൽ പെന്തക്കോസ്റ്റൽ അസംബ്ലി പാസ്റ്റർ ദേവദാസിനെ എല്ലാം ബ്ലസ് ചെയ്തുകൊണ്ട് പറയുക, ഇത് ഉറങ്ങിക്കിടക്കുന്ന ഒരു സഭയായി മാറത്തില്ല.
ഇത് ആത്മാവിൽ കത്തി നിൽക്കുന്ന ഒരു ചർച്ചയായിരുന്നു. യെസ്, ഉറങ്ങി നിൽക്കുന്നവർക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ദേശത്തെ പിടിച്ചടക്കുവാൻ, കർത്താവ് തന്ന പ്രോമിസുകളെ ഫുൾഫിൽ ചെയ്യുവാൻ. ഞാൻ ഇങ്ങനെ പറയാം, കീഴ് കുരുത്ത ജനത്തിനെ കർത്താവ് ചർച്ചയാക്കിയിരിക്കുന്നു. Worshippers, എന്നെ ഭയങ്കര ചേഞ്ച് വരും, എന്നെ ഭയങ്കര ചേഞ്ച് വരും. നാളെ മുതൽ തലവലിക്കേണ്ടി വരുന്നില്ല. ഇവിടെ വർഷിപ്പിന്റെ ജസ്റ്റ് മാറാൻ പോകുന്നു. അഭിഷേകം പ്രാപിച്ചപ്പോൾ തല കുനിച്ച് നിന്നവൻ എഴുന്നേറ്റ് നിന്നു 3000 നേടിയതുപോലെ ഇതിനകത്ത് കുനിഞ്ഞിരിക്കുന്ന ജനരെ ആയിരങ്ങളുടെ നടുവിൽ എഴുന്നേൽപ്പിച്ചു നിർത്തുക. പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. അതിനെ ലിമിറ്റ് ചെയ്യുന്ന, അതിനെ ഇഗ്നോർ ചെയ്യുന്ന എല്ലാ യേശുനാമത്തിൽ നീങ്ങട്ടെ, നീങ്ങട്ടെ, നീങ്ങട്ടെ. Children expect something new today. Expect something new today. Expect something new today. Oh. Holy Spirit. Thank you, Holy Spirit. ഗിൽഗാലിൽ കർത്താവ് നിന്ന ഉരുട്ടിക്കളഞ്ഞ ഇടത്ത് ദേശത്തിന്റെ നന്മ അനുഭവിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ദേശത്തിന്റെ നന്മ അനുഭവിച്ചു. ഞാൻ പറയാം, ഞാൻ പൗണ്ടിനെ കുറിച്ചോ ഡോളറിനെ കുറിച്ചോ അല്ല പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മ ആത്മാക്കളായിരിക്കും. ആത്മാക്കളെ ജനിപ്പിക്കുന്ന മക്കളായി. You shall possess the land. You shall possess the land. You shall take over Jericho. You shall take over Hai. You shall take over Jebusites. For you are serving the King of Kings, the Lord of Lords. ഗിൽഗാലിൽ ഒരു പുറപ്പാട് കൂടെ ഉണ്ട് കേട്ടോ. ഈ ചർച്ചിനകത്ത് ദൈവം നിന്നെ കൊണ്ടുവന്ന് ഇരുത്തിയെങ്കിൽ നിന്നെ ദൈവം കൊണ്ടുവന്നത് ഒരു ആത്മീയ തീയുടെ നടുവിനകത്താണ്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു വചനം ഇന്നലെ രാത്രിയിലെ പരിശുദ്ധാത്മാവ് ഇത് പ്രോംപ്റ്റ് ചെയ്തു. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ ഒരു പ്രവാചകനെയും ഒരു പ്രവാചക ശിഷ്യനെയും കാണുന്നു. In 2 Kings chapter 2 we find Elijah the teacher and Elisha the disciple. Verse 1 begins like this. It came about when the Lord was about to take up Elijah by a whirlwind to heaven. Elijah went with Elisha from Gilgal. ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ യഹോവ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോട് കൂടെ എവിടെ നിന്ന് പുറപ്പെട്ട്? ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഒന്ന് പറഞ്ഞേ, എവിടെ നിന്ന് പുറപ്പെട്ട്? ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഗിൽഗാൽ വരെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ പദ്ധതി, നിന്നെ ഉരുട്ടിക്കളഞ്ഞ ദൈവത്തിന്റെ പദ്ധതിയാണ്. പക്ഷെ ആത്മാവിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നു. നിന്റെ ആ സ്പിരിച്വൽ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള എല്ലാവരെയും മാറ്റിയിട്ട് ഇതിന്റെ നടുവിൽ തന്നെ കർത്താവ് ചിലടമേൽ ഒരു ബ്ലെസ്സഡ് എക്സോഡസ് അഗെയിൻ, ഒരു ഗ്രോത്തിന് വേണ്ടി കർത്താവ് നിങ്ങളെ ഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നു.
ഗിൽഗാലിൽ ഇരുന്നു പോയ ഒത്തിരി പേരുണ്ട് കേട്ടോ. തൃപ്തിയാ. കഴിഞ്ഞ 10 years ഞാൻ വിശ്വസിക്കുന്നു ആ പ്രവാചക ശിഷ്യന്മാർ ഒത്തിരി പേര് ഗിൽഗാലിൽ കാണും, ബഥേലിൽ കാണും. നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ യെരിഹോവിൽ കാണും. പലയിടങ്ങളിലും വലിയ പ്രൊഫറ്റിക് സ്കൂൾസ് ഉണ്ടായിരുന്നു എലീജയ്ക്ക്. ഇതിന്റെ നടുവിൽ ഒരു എലീശ മാത്രം ഡിസൈഡ് ചെയ്തു, ഐ നീഡ് ടു റിസീവ് എ ഡബിൾ പോർഷൻ. Are you with me, children? Elisha decided in his heart, this is not enough. I need double portion in my life. ഒത്തിരി പേര് സാറ്റിസ്ഫൈഡ് ആണ് പാസ്റ്റർ. It's a good work. I really appreciate. ഇതിന്റെ നടുവിൽ ചില കൊതിയന്മാരുണ്ട്. പാസ്റ്ററിന്റെ ശുശ്രൂഷയിൽ ഒത്തിരി ശിഷ്യന്മാരെ, ഒത്തിരി സോൾ വിന്നേഴ്സിനെ ഈ ദൈവമനുഷ്യന്റെ മേൽ അങ്ങനെ ഒരു അനോയിന്റിങ് കിടപ്പുണ്ട്. ICPF-ലും ചർച്ച് മിനിസ്ട്രിയിലും ഒക്കെ പരിശുദ്ധാത്മാവ് ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ റിലീസ് ചെയ്യുന്ന അടുത്തൊരു സീസൺ കർത്താവ് തുറക്കാൻ പോകുന്നതിനായി കർത്താവിന് നന്ദി പറഞ്ഞു. Hallelujah. Thank you, Holy Spirit. But you need to start from Gilgal. ഈ 10 വർഷങ്ങൾ ദൈവം നിന്നെ കൊണ്ടുവന്നില്ലേ, അടുത്ത 10 വർഷത്തിനായി നീ ഇന്ന് രാത്രി ഈ പകലിൽ തയ്യാറെടുത്തോണം. ഒത്തിരി പേര് ഇത് മതി, ഇവിടെ കൊണ്ട് നിർത്താമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ച, ദർശനം പ്രാപിച്ച, വാഗ്ദത്തം ലഭിച്ച, സ്വർഗം ഒരു കൊതി, ഒരു ദാഹമിട്ട് പറയണം ഇല്ല, ഞാൻ ഇവിടെ കൊണ്ട് ഇരിക്കാനല്ല, പരിശുദ്ധാത്മാവ് എന്നെ ആക്കിയിരിക്കുന്നത് ഇരട്ടി പമ്പോടെ ശുശ്രൂഷയെ. എബ്രായർ 11:36 വായിച്ചില്ലേ, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ. സഹിഷ്ണുത കാണണമെങ്കിൽ ഈ മനുഷ്യനെ നോക്കിയാൽ മതി. Elisha was advised by many of his friends, why you are traveling? Elijah is going to heaven. Why you want to follow Elijah? Elisha said, be silent. Be silent. അവൻ അധികമൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ കൊതിയും നിങ്ങളുടെ ദാഹവും ഒന്നും വലിയ പബ്ലിസിറ്റി കൊടുക്കണ്ട. പക്ഷെ ചോദിക്കുന്ന എലൈജയോട് എലീശ പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, I need a double portion. വർഷിപ്പേഴ്സ് ഒന്ന് കൊതിച്ച് നിങ്ങളുടെ വർഷിപ്പ് മിനിസ്ട്രിയിൽ ചർച്ച് ഭയങ്കര സാറ്റിസ്ഫൈഡ്, നിങ്ങൾ ഡൂയിങ് എക്സലന്റ്. ഇങ്ങനെ ഒരു അടുത്ത 10 വർഷം പ്ലേ ചെയ്യാം ബ്രദർ. ഇങ്ങനെ ഒരു 10 വർഷം നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകും. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ ഇന്നൊരു ഡബിൾ പോർഷന് വേണ്ടി ആഗ്രഹിച്ചു, you will see glory of the Lord. എത്ര പേർക്ക് അത് മനസ്സിലാവുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ബ്രദർ പാസ്റ്റർ? എവിടൊക്കെയോ അടച്ചു വെക്കാൻ നോക്കിയതിനെ പരിശുദ്ധാത്മാവ് വലിച്ചു തുറക്കുന്നു. നിന്റെ പ്രാർത്ഥനയുടെ മുറികളെ കർത്താവ് വീണ്ടും റീ ഓപ്പൺ ചെയ്യുന്നു. നിന്റെ ആരാധനയുടെ മണ്ഡലത്തെ ദൈവം വീണ്ടും റീ ഓപ്പൺ ചെയ്യുന്നു. And I am seeing in the realm of the spirit, He's pouring an oil upon your head. ഇരുന്നോ, എഴുന്നേറ്റ് നിന്നോ ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി കർത്താവിനെ മഹത്വപ്പെടുന്നത്. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിക്കുന്നു. Don't stop. Don't stop. Don't get satisfied. സമയം ഒന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. കൊതിയോടെ ദാഹത്തോടെ കർത്താവിനെ നോക്കി പാടണേ. The promise is for you. The promise is for you. വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്. ഇന്നത് പ്രാപിക്കണം കേട്ടോ. ആത്മനിറവിൽ തന്നെ ഇവിടം വിട്ടു പോകണം. ഇന്ന് സംസാരിച്ചതെല്ലാം വീണ്ടും കർത്താവ് നിങ്ങളെ റീഅഷ്വർ ചെയ്തുകൊണ്ടിരിക്കും. Because He is a counselor, He is a helper, He is a comforter. It's going to abide with you forever. കരങ്ങളൊക്കെ ഒന്ന് തട്ടി കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കാൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കാൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം ക്രിസ്തുവിനെ,
Yes,